الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്, ലക്ഷ്യം അത് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ഇബാദത്ത് നിർവഹിക്കുവാൻ വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞ സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, നമുക്ക് മനസ്സിലാക്കി തന്ന ആ ലക്ഷ്യം അത് എന്താണോ അത് വളരെ ഭംഗിയായി കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കി ലോകത്ത് ജീവിച്ച് മരണത്തിൻ്റെ ശേഷം അതിൻ്റെ പ്രതിഫലം വാങ്ങാൻ അർഹരായിത്തീരുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങളോ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ വെച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സദസ്സിൽ നമ്മൾ എന്ത് പറയണം, എന്ത് പഠിക്കണം എന്നുള്ളത് അതിൻ്റെ മുമ്പുള്ള ആ സമയത്ത് നമ്മൾ പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് എത്തിയ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു പുസ്തകത്തിൽ ഉള്ള അധ്യാപനങ്ങൾ നമ്മൾ പഠിക്കണം എന്ന തീരുമാനത്തിലെത്തിയത്. കഴിഞ്ഞ ആ സദസ്സിൽ വെച്ച് നമ്മൾ അറബി ഭാഷ അത് പഠിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങി. എന്തുകൊണ്ടത് തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നാണ്. മുൻഗാമികളായ സഹാബത്തടക്കമുള്ള സലഫുകളായ മുൻഗാമികളായ ഉത്തമരായ ആളുകൾ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവരെ സൃഷ്ടിച്ചത് ആ കാര്യം കൃത്യമായി അവർ നിർവഹിച്ച് നേടിയെടുത്തത് ഈ ഖുർആൻ സുന്നത്തിൽ നിന്നാണ്. സംഗതി വശാൽ ആ പറയുന്ന ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഭാഷ അറബിയാണ്, നമുക്കതറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായി അത്യന്താപേക്ഷിതമായി അവർ നേടിയെടുക്കേണ്ട ഒരു വിവരം, ഒരു അറിവ്, ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഖുർആനും സുന്നത്തും പഠിക്കൽ നിർബന്ധമാണോ? അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യമാണോ, ഏതൊരു ഉത്തരവാദിത്തമാണോ, ഏതൊരു ബാധ്യതയും കടമയുമാണോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് ഭംഗിയായി നിർവഹിക്കണമെന്നൊരു ഖുർആനും സുന്നത്തും അറിയൽ നിർബന്ധമാണോ? ആ ഖുർആൻ സുന്നത്തിൻ്റെ ഭാഷയായ അറബി പഠിക്കൽ ഈ പറയുന്ന ഖുർആൻ സുന്നത്ത് മനസ്സിലാക്കാൻ നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അറബി പഠിക്കൽ നിർബന്ധമാണ്. ആ ലക്ഷ്യത്തിലാണ് നമ്മൾ അറബി ഭാഷ മുമ്പുള്ള ആ സദസ്സിൽ വെച്ചുകൂടെ പഠിക്കാൻ തുടക്കം കുറിച്ചത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, നമ്മുടെ ദീൻ എന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം ബാധ്യത എന്താണോ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ അവൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം വളരെ പ്രധാനമായി പഠിക്കേണ്ടത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. അഖീദ എന്താണ് എന്നുള്ളതാണ്, വിശ്വാസം എന്തുള്ളതാണ്, ആദർശം എന്താണ് എന്നുള്ളത്. ചില പണ്ഡിതന്മാർ അഖീദ മൻഹജ് എന്ന് പറയുന്നത് രണ്ടും ഒന്നായിട്ട് പറയലുണ്ട്. രണ്ടും ഒന്നാണ്. അതല്ല, ചെറിയ വ്യത്യാസത്തോടുകൂടെ വിശ്വാസപരമായ ഈ കാര്യങ്ങൾക്ക് അഖീദ എന്ന് പറയും. ആ അഖീദ അനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുന്ന ഒരാളുടെ ജീവിതത്തിന് മൻഹജ് എന്നും പറയും. നമ്മൾ എന്താവണം? മുൻഗാമികളായ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി അതേ വഴിയിൽ സഞ്ചരിക്കണം വിശ്വാസപരമായ കാര്യങ്ങൾ നേടുമ്പോൾ. അതേപോലെ തന്നെ ഇബാദത്തുകളായ കാര്യങ്ങൾ, ഇപ്പോൾ നിസ്കാരം നമ്മൾ നിർവഹിച്ചതാണെന്നുണ്ടെങ്കിൽ ആ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ച് തന്ന അതേപോലെ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് മൻഹജ്. അതല്ല, അഖീദ എന്ന് പറഞ്ഞാലും മൻഹജ് എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് അഭിപ്രായവും ഏതാണെങ്കിലും ഉണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഈ വിഷയം അഖീദയാണ്. അതിനാണ് പ്രാധാന്യമുള്ളത്. ആ അഖീദ ഒരാളത് ശരിയല്ല എന്ന് കൂട്ടിക്കോളി. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയല്ല, അവൻ്റെ അടുത്ത് ശിർക്കുണ്ട്, അവൻ്റെ അടുത്ത് കുഫറുണ്ട്, ഇസ്ലാമിക വിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ട്, അവൻ
പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ 5 വക്ത് നിസ്കാരം കൃത്യമായി പാലിക്കുന്ന ആളാണ്. ഒരു ഫലം അതിനില്ല, ഒരു നേട്ടം ആ വ്യക്തിക്ക് അതുകൊണ്ടുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിനെ സ്വീകരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിലുള്ള ഒരായത്ത് എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ വെക്കേണ്ട ഒരായത്തുണ്ട്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ പലപ്പോഴും കേട്ട ആയത്തായിരിക്കും ഇത്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പലർക്കും അറിയും ചെയ്യുമായിരിക്കും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലഇൻ അശ്റക്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ശേഷം പഠിക്കാൻ പോകുന്ന നഹ്വിലൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരാളോട് പറയുന്ന ആ പ്രയോഗമാണ്. മുഹമ്മദ്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അത് പൊളിഞ്ഞ് നാമാവശേഷമായി തകർന്നു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ആയത്തിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എത്ര വലിയ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വാഅത്തുകൾ, ഇബാദത്തുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാത്രി സമയത്തൊക്കെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന സമയത്ത് കാലിൽ നീര് വന്ന് വീർത്ത് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്ന ഇബാദത്തുകൾ, ഇതൊക്കെ ചെയ്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. നിങ്ങൾ പരാജയപ്പെട്ട ആൾ. എന്തേ പ്രശ്നം പറ്റിയത്? എവിടെ കുഴപ്പം പറ്റിയത്? ഷിർക്ക് പറ്റിയെന്നുള്ളത്. ഷിർക്ക് എന്ന് പറയുന്നത് തൗഹീദിന് വിരുദ്ധമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് അർഹതപ്പെട്ടത് അവന് മാത്രം നൽകാതെ വിശ്വസിക്കുക എന്നുള്ളത്. അതിന് വിരുദ്ധമായ ഒരാൾ കാര്യം ചെയ്താൽ അവൻ മുശ്രിക്കായി ഷിർക്ക് ചെയ്താൽ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ചെയ്തതുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകും. ഇനിയുള്ള കാലത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല, പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെങ്കിൽ നമ്മൾ വളരെ പ്രധാനത്തോടു കൂടെ കാണേണ്ടതും പരിഗണിക്കേണ്ടതുമാണ് അഖീദ എന്ന് പറയുന്നത്, വിശ്വാസപരമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തുടക്കത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം. എന്ന് കരുതി വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നില്ലാതെ തന്നെ ചെയ്യാവുന്ന നിസ്കാരം, കാര്യം, ഇബാദത്ത്, സ്വഭാവങ്ങൾ, ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ മര്യാദകൾ, ആദാബുകൾ, അതിനൊന്നും പരിഗണന എന്നുള്ളതല്ല ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറബി പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുസ്ലിമിൻ്റെ ആദാബുകളുണ്ട്, സംസ്കാരം, മുസ്ലിമിൻ്റെ സ്വഭാവങ്ങൾ, മര്യാദകളുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ ശരിയാക്കാനുണ്ട്, നിസ്കാരം ശരിയാക്കാനുണ്ട്. ഒരു വ്യക്തി 60 വയസ്സ് വരെ നിസ്കരിക്കുന്ന നിരന്തര നിസ്കാരത്തിൽ 60 വയസ്സായിട്ടുണ്ടാവും, നിസ്കാരം ഉള്ള ആളായിരിക്കും. പക്ഷേ അവൻ്റെ നിസ്കാരത്തിൻ്റെ റുക്കുവും സുജൂദുകളും പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കുറവുകളുണ്ടാവും, അതിലൊക്കെ വീഴ്ചകളുണ്ടാകും. അള്ളാഹു എൻ്റെ നിസ്കാരത്തിൽപ്പെട്ട ഒന്നും ഇതുവരെ സ്വീകരിച്ചിട്ടേ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളുണ്ട്, നമ്മളത് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ആ പറയുന്ന ഇബാദത്തുകൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടേണ്ടത് ആവണമെങ്കിൽ നമ്മുടെ അടുത്ത് ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ശരിയാവണം. അതുകൊണ്ടാണ് അഖീദക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് അത് ആരംഭിക്കുക എന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ വാജിബാത്തു അൽ മുതഹത്തിമാത്തു അല കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഇതല്ലേ അതിൻ്റെ ഹെഡിങ്? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് അയച്ചു തന്നതിൽ നിങ്ങൾ നോക്കിയിട്ടില്ലേ? ആ പറയുന്ന ചെറിയ ഒരു റിസാലയാണ്, അതിലാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അല്ലേ? അതിലല്ലേ അതല്ലേ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ആളുകൾക്ക് ദീനുൽ ഇസ്ലാം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച് സമൂഹങ്ങൾക്ക് ദീന് എന്താണ് എന്നുള്ളത് ഓരോ പ്രവാചകന്മാരും ഓരോ കാലഘട്ടത്തിലും അവരുടെ ജനങ്ങൾക്കത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും കാതലായ അവരുടെ ദീനിൻ്റെ, ആദർശത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം തൗഹീദുല്ലാഹിയാണ്. തൗഹീദുല്ലാഹി, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്നുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ്, സൂറത്തുൻ നഹലിൽ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ്, എല്ലാ സമുദായങ്ങളിലും നമ്മൾ പ്രവാചകന്മാരെ അയച്ചു. അവരുടെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം ഏറ്റവും ആദ്യം അവർ സമുദായങ്ങളെ കേൾപ്പിച്ചത് അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത് എന്ന്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അതിന് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. വജ്തനിബുത് ത്വാഗൂത്ത്, അള്ളാഹു അല്ലാതെ ആളുകൾ ആരാധ്യ വസ്തുക്കളായി ഏതിനൊക്കെയാണ്
വിശ്വസിച്ച് ആദരിച്ച് കൊണ്ട് നടക്കുന്നു, അത് മുഴുവൻ നിങ്ങൾ ഒഴിവാക്കും വേണം. മലക്കുകൾ ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിട്ടുണ്ട്, പുണ്യപുരുഷന്മാർ ഔലിയാക്കൾ ആരാധിച്ച ആളുകളുണ്ടായിട്ടുണ്ട്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ച ആളുകളുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സകല സാധനങ്ങളെയും ആരാധിക്കപ്പെടുന്ന ഒരു നാട്ടുകാരാണ് നമ്മുടെ നാട്ടിൽ. പശുവിനെ ആരാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള പാമ്പിനെ ആരാധിക്കുന്നുണ്ട്, തീയിനെ ആരാധിക്കുന്നുണ്ട്, സമുദ്രത്തെ ആരാധിക്കുന്നുണ്ട്, അല്ലേ? ഈ പറയുന്ന സകല വസ്തുക്കളെയും ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഒരിക്കൽ പറഞ്ഞു, ഹത്തൽ ഫർജ്, ഗുഹ്യസ്ഥാനത്തെ പോലും ആരാധിക്കുന്ന നാട്ടിലാണ് ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിലതുണ്ട്. യോനി പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജ നടക്കുന്ന സ്റ്റേറ്റുകളുണ്ട് ഈ നാട്ടിൽ. പശ്ചിമ ബംഗാളിലുണ്ട് അങ്ങനത്തെ അമ്പലങ്ങളുണ്ട് അവർക്ക്. അതിലേക്ക് വേണ്ടി ആളുകൾ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അത്രത്തോളം ഈ പറയുന്ന എലി എന്ന് പറയുന്ന ആ നികൃഷ്ടമായ അതല്ലെങ്കിൽ ഉപദ്രവകാരിയായ ആ ജീവി ആരാധിക്കുന്ന ആളുകളുണ്ട് ഈ നാട്ടിൽ. അതിനുവേണ്ടി അമ്പലങ്ങളുണ്ട് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിലുണ്ട്. പേടിയുള്ള വസ്തു ഏതൊക്കെയാണോ അതിനെ മുഴുവൻ ആരാധിക്കുന്നുള്ളതാണ്. ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ അതിനെ മുഴുവനും ആരാധിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് രൂപത്തിൽ കൂടെ മനുഷ്യന്മാരായ ആളുകൾ നമുക്കൊരു വസ്തുവിനെക്കുറിച്ച് ഏത് വസ്തുവാണെങ്കിലും പരിശോധിച്ചാൽ ഒന്നിരിക്കലും അതിനോട് ഇഷ്ടം കൂടുതലുണ്ടാവും, അതിൽ നമുക്ക് വേണ്ടപ്പെട്ടതാണ്. അതല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഭയം കൂടുതലുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ഓരോ വസ്തുക്കളെയും ഇവർക്ക് ഒന്നിരിക്കലും ഇഷ്ടം കൂടിയിട്ട്, സ്നേഹം കൂടിയിട്ട്, അതല്ലെങ്കിൽ ഭയം കൂടിയിട്ട് ആരാധിക്കുന്ന ആ നാട്ടിലാണ് നമ്മളുള്ളത്. ഏറ്റവും കൂടുതൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ആദ്യം ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന മനുഷ്യർക്ക് ലോകത്ത് വന്ന ഓരോ സമുദായങ്ങളും ഇങ്ങനെ ശിർക്കിയായി കാര്യങ്ങൾ വന്നപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ദീന് ഏതാണ്, ശരിയായ വിശ്വാസം ഏതാണ്, കൃത്യമായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം വന്ന് ആദ്യമായിട്ട് പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയൂ, തുഫ്ലിഹു എന്നാൽ നിങ്ങൾ വിജയിക്കും. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളോടും ഈ ഔലിയാക്കളോടും ഈ പറയുന്ന ഖുറാഫാത്തും ഈ സൂഫിയത്തൊക്കെ ചെയ്യുന്ന ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്ന് പറയാതെ തന്നെ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിരന്തരം അത് പറയുന്നവർ അല്ലേ? അവരെ കയ്യിൽ മുമ്പൊക്കെ തസ്ബീഹ് മാലകൾ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് പ്രത്യേകിച്ച് ചൈനക്കാരുണ്ടാക്കുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങൾ മോതിരം പോലെ കയ്യിൽ വെച്ചിട്ട് സ്ത്രീകളും പുരുഷനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. ഒരു വൈമനസ്യവും ഒരു പ്രയാസവും ഇല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരെന്തേ ചെയ്തിരുന്നത്? അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ എന്താ അവർ പറഞ്ഞത്? ഒരു പ്രയാസമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേനെ അവർ? എന്താ അവർ ചെയ്ത്? എന്താണ് ഖുർആനിൽ പറയുന്നത്? വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ എന്ന് പറയൂല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബൂ താലിബിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, എൻ്റെ പിതൃവ്യരെ, എന്നെ ഒരുപാട് സഹായിച്ച് സംരക്ഷിച്ച ആളാണ് നിങ്ങൾ. നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയ്. ഈ മരണത്തിൻ്റെ ഈ കടക്കയിൽ, ഈ കട്ടിലിൽ, ഈ സ്ഥലത്ത് കിടക്കുന്ന ഏത് നിമിഷം മരിക്കാൻ പോകും. അബൂ താലിബ് അത് പറയാൻ തയ്യാറായില്ല. അദ്ദേഹം ആ മനുഷ്യനത് പറഞ്ഞില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടു കൂടെ പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെളിവായിട്ട് സാക്ഷിയായിട്ട് ഈ വാക്ക് പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് അവിടെ ഞാൻ സാക്ഷി പറയാൻ വരാമെന്ന് പറഞ്ഞു. ഒരു തെളിവ്, ഒരു രേഖ. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, മുഹമ്മദേ, നിൻ്റെ ദീന് നീ കൊണ്ടുവന്ന ആദർശം സത്യമാണ്, ക്ലിയറാണ്, ശരിയാണ്, എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവസാന സമയത്ത് എൻ്റെ ദീന് മതം മാറി എന്നുള്ള ഒരു കുറ്റം, ആക്ഷേപം ഈ പറയുന്ന സമൂഹത്തിൽ, അദ്ദേഹം പൗരപ്രമുഖനായിരുന്നു, സമൂഹത്തിൽ അറിയപ്പെട്ട ആളായിരുന്നു. ആളുകളുടെ ഇടയിൽ എനിക്ക് ഈ ഒരു വഷളത്തരുണ്ടാകും, ആളുകൾ എന്നെക്കുറിച്ച് ഇത് പറയും, പാരമ്പര്യം ഒഴിവാക്കി, അത്രയും കാലം കുടുംബത്തിൽ അവരൊക്കെ വിശ്വസിച്ച വിശ്വാസം ഒഴിവാക്കി പോയി അബൂ താലിബ് എന്നുള്ള ആക്ഷേപമുണ്ടാകുന്ന പേടിയുണ്ട്, ഞാനിത് പറയൂല എന്ന് പറഞ്ഞിട്ട് ആ ഷിർക്ക് കുഫറിൻ്റെ ആദർശത്തിലായിട്ട് മരിച്ചു പോവുക ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സംരക്ഷണം കൊടുത്ത് സഹായം ചെയ്തത് കൊണ്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളാരും അതിൻ്റെ 1% പോലും ചെയ്തിട്ടുണ്ടാവില്ല. റസൂലിന് ശരീരം കൊണ്ട്, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, സാമൂഹികമായിട്ട് ഇത് ചെയ്തു.
പക്ഷേ ഈ അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തയ്യാറായില്ല. അവർക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായി അറിയുമായിരുന്നു, അറബികളായതുകൊണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം പലർക്കും അറിയൂല. അതുകൊണ്ട് തന്നെ അത് നിരന്തരം പറയും. അതോടുകൂടെ ഈ പറയുന്ന ശിർക്കിയായ കാര്യങ്ങൾ, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ യാതൊരു മനസ്സിന് ഒരു വിഷമവും പ്രയാസമില്ലാതെ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ അയച്ച് ജനങ്ങൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അവരുടെ ബാധ്യത എന്താണ്, അവസാനം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. പ്രവാചകൻ യമനിലേക്ക് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ ദാഇയായി, പ്രബോധകനായിട്ട് അയച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ്, റസൂലിൻ്റെ പിതൃവ്യൻ്റെ മകനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസിന് യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കാൻ വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ, തൗറാത്ത്, ഇൻജീൽ പോലത്തെ ഗ്രന്ഥങ്ങൾ ലഭിച്ച ഒരു സമൂഹമാണ് യമനിലുള്ള ആളുകൾ. അറിവുള്ള ആളുകളാണ്, വിവരമുള്ള ആളുകളാണ്. മുൻ പ്രവാചകന്മാരുടെ അനുയായി യഹൂദികളും നസാറാക്കളുമായിരുന്നു യമനിലുണ്ടായിരുന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നീ ചെന്നാൽ ഏറ്റവും ആദ്യം അവരോട് നീ പറയേണ്ടത്, ക്ഷണിക്കേണ്ടത്, അവിടെ ആ ആളുകളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫൽ യക്കുൻ അവ്വലു മാ തദ്ഉഹും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ സത്യ സാക്ഷ്യത്തിലേക്കാണ്. വേറെ റിവായത്തിലുണ്ട് ഇലാ അൻ യുവഹിദുല്ലാഹ്, അവർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന തൗഹീദിലേക്കാണ് ക്ഷണിക്കേണ്ടത്. യഹൂദികളായ ആളുകൾ ഉസൈർ എന്ന് പറയുന്ന മനുഷ്യനെ ആരാധിക്കുന്നവരായിരുന്നു, അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. നസാറാക്കളായ ആളുകൾ ഈസബിനുല്ലാഹ്, അള്ളാഹുവിൻ്റെ പുത്രനാണ് ഈസാ നബി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആരാധിക്കുന്നവരായിരുന്നു. ആ പറയുന്ന ജനങ്ങളോട് നിങ്ങൾ ഏറ്റവും ആദ്യം അവിടെ ചെന്ന് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസിനോട് പറഞ്ഞു, തൗഹീദിലേക്ക് ക്ഷണിക്കണം. അവരത് സ്വീകരിക്കാൻ തയ്യാറായാൽ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കണം, സക്കാത്തിലേക്ക് ക്ഷണിക്കണം, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഏതൊരു സ്ഥലത്ത് ആര് വന്ന് ദഅവത്ത് നടത്തുകയാണെങ്കിലും, നമ്മൾ എവിടെ ആരംഭിക്കുകയാണെങ്കിലും ഈ പറയുന്ന തൗഹീദ്, അതിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കി വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ കേട്ടു നോക്കുകയാണെങ്കിൽ, ഞാൻ ചെറിയ നിലക്ക് ആ പണ്ഡിതൻ്റെ ഒരു ജീവചരിത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ഇതായിരുന്നു. സൗദി അറേബ്യയിൽ ജീവിച്ച ആളാണ്. അങ്ങനെ അദ്ദേഹം സൗദി അറേബ്യയിൽ റിയാദിൻ്റെ ഭാഗത്തുള്ള നജ്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ദിർഇയ എന്ന് പറഞ്ഞ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ച സ്ഥലം ദിർഇയ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ജീവിച്ച്, അന്ന് സൗദി അറേബ്യ ഈ പറയുന്ന ഒരു സംവിധാനത്തിലല്ലായിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. പല രാജ്യങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഓരോ രാജാക്കന്മാർ. പഴയ കാലങ്ങളിൽ പല രാജ്യങ്ങളിലും അങ്ങനെയായിരുന്നു. നമ്മുടെ നാടൊക്കെ ആ ഒരു സ്ഥിതിയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് ദീന് പഠിക്കാൻ പോയി. അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. അങ്ങനെ ദീന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ദീന് പഠിക്കും തോറും അദ്ദേഹം സ്വന്തം നാട്ടിൽ വെച്ച് പഠിച്ചു. കുറച്ച് മുതിർന്ന സമയത്ത് അദ്ദേഹം ഹജ്ജിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് വന്നു. മക്കയിൽ വെച്ച് പഠിക്കാൻ വേണ്ടി വന്നു. മദീനയിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇറാഖിൽ എന്ന് വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങളിൽ കൂടെ അദ്ദേഹം പോകുന്ന സ്ഥലത്ത് മുഴുവനും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ശിർക്കിയായ ഈ കാര്യങ്ങൾ, ഈ പറയുന്ന മഹത്തായ തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങൾ അത് എല്ലാ നാടുകളിലും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രംഗം അദ്ദേഹം കാണുകയാണ്. തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം കാണുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ വെച്ചു. മദീനയിൽ ചെന്ന സമയത്ത് അവിടെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ശിർക്കിയായ കാര്യങ്ങൾ. അതേപോലെ തന്നെ മദീനയിൽ ചെന്നപ്പോൾ ബഖീഉൽ ഖർഖദി എന്ന് പറയുന്ന അവിടുത്തെ മക്ബറയുണ്ട് പ്രസിദ്ധമായ. അവിടെ സഹാബികളുടെയും ഖുലഫാ ഉർ റാഷിദുകൾപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ ഖബറുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട്. ഈ പറയുന്ന ഖബറുകളിൽ സഹാബത്തിൻ്റെ ഖബറുകൾ, ബദറിൽ ഷഹീദായ അവരുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട്, ഉഹദിൽ ഷഹീദായ ആളുകളുടെ ഖബറുമായി ബന്ധപ്പെട്ട് ആളുകൾ ഈ ശിർക്കിയായ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുകയാണ്. അപ്പോൾ ആ മഹാനായ പണ്ഡിതൻ പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഈ ആളുകൾക്ക് ദഅവത്ത് നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധാരാളം കിതാബുകൾ അദ്ദേഹം രചിച്ചു. കിതാബു തൗഹീദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സലാസത്തുൽ ഉസൂൽ, അതേപോലെ കശ്ഫു ശുബുഹാത്ത്, അതേപോലെ തന്നെ
ഖുർആനിൻ്റെ തഫ്സീറുകൾ പല രൂപത്തിൽ, അതേപോലെ നിസ്കാരത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ പറയുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ലഘുലേഖയായി അദ്ദേഹം രചിച്ച ഈ ഒരു ചെറിയ ഒരു റിസാലയാണ് അൽ വാജിബാത്തു അൽ മുതഹത്തിമാത്തുൽ മാരിഫത്തി അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഏതൊരാൾ മുസ്ലിമാണ്, ഒരു പുരുഷനാണെങ്കിൽ, മുസ്ലിമായൊരു സ്ത്രീയാണെങ്കിൽ അവർ അറിയൽ നിർബന്ധമായ, അനിവാര്യമായ, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്യാവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിസാലയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ജീവചരിത്രം, ഇതൊരു നമ്മൾ ഏത് ഒരു വിഷയം പഠിക്കുകയാണെങ്കിലും ഏത് ഗ്രന്ഥം പാരായണം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അദബുകളിൽ പെട്ടതാണ് ആ ഗ്രന്ഥം രചിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വ്യക്തി ആരായിരുന്നു, ആരെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഏത് കിട്ടിയാലും വായിക്കുന്ന ആളുകളാവരുത്, ആര് പറയുന്നതും കേൾക്കുന്നവരുമാകരുത്. നമ്മൾ അതിനൊക്കെ അവലംബിക്കേണ്ട നിയമങ്ങളുണ്ട്. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും. നിങ്ങൾ ഈ പറയുന്ന പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നിങ്ങളുടെ ദീനും ആദർശവുമായി നിങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആരതാ കേൾക്കണു, എവിടുന്നാണ് കേൾക്കണു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തും കേൾക്കുക, എന്തും കേട്ട് നോക്കുക, ഏത് വായിച്ചു നോക്കുക, ഈ ഒരു രീതിയിലാവരുത്. അപ്പോൾ ഈ പറയുന്ന ഈ ഗ്രന്ഥം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി എഴുതിയ വ്യക്തി ആരാണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊന്ന്. രണ്ടാമത്, നമുക്ക് ഇത്തരം ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥം രചിച്ചു തന്നു പോയ ആ വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു നന്മ ആര് ചെയ്തു തന്നു എന്നുണ്ടെങ്കിലും അതിന് നമ്മുടെ ഭാഗത്തിൽ നിന്ന് നന്ദി കാണിക്കുക എന്നുള്ളത്, അത് നമ്മുടെ മുസ്ലിമീങ്ങളുടെ നമ്മൾ പാലിക്കേണ്ട അതിപ്രധാനമായൊരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും വേണം ഈ കാലത്ത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ഖുറാഫാത്തിൻ്റെ ലലാലത്തിൻ്റെ ആളുകൾ ഈ പണ്ഡിതനെയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പല പ്രസംഗങ്ങൾ, പല ഗ്രന്ഥങ്ങൾ, പല സ്റ്റേജുകളിൽ അവരുടെ സംസാരങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കലുമുണ്ട്. അതുകൊണ്ട് ആരാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി? അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മഹാപണ്ഡിതൻ എന്ന് പറയുന്ന സ്ഥാനത്തിന് അർഹനായ ആളാണ്. വൽ അല്ലാമത്തുൽ ഹുമാം വൽ മുജദ്ദിദു ലിദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൻ്റെ പരിഷ്കർത്താവ് എന്ന പേരിൽ അറിയപ്പെട്ട ആൾ. ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞു പ്രവാചകന്മാർ കൊണ്ടുവന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ദീനിനെ ആളുകൾ തെറ്റായി മനസ്സിലാക്കി, വഴിപയച്ച പണ്ഡിതന്മാർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ജൂതന്മാരും നസാറാക്കളും അവരുടെ ഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ പല വിശ്വാസ കാര്യങ്ങളിലും ശത്രുക്കളായ ആളുകൾ ഒരു വക, അതേപോലെ പിഴച്ച പണ്ഡിതന്മാർ വേറെ കൈകടത്തലുകൾ നടത്തി വികലമായിട്ട് അവതരിപ്പിച്ച് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ശിർക്കടക്കമുള്ള, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നത് പോലത്തെ വൻ പാപമടക്കം ചെയ്യുന്നത് കണ്ടപ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പണിയെടുത്ത ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെറുതും വലുതുമായി ഏത് സദസ്സിൽ വെച്ചും തൗഹീദ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൻ്റെ കൂടെ ആര് പേര് പറയും? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ പേര് പറയും. അതുകൊണ്ട് തന്നെ തൗഹീദിന് വിരുദ്ധമായ ആളുകൾ ആരാണെങ്കിലും ഈ പറയുന്ന മനുഷ്യനെ താറടിച്ചുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ, നമ്മളിവിടെ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പേരാമ്പ്രയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ആഫ്രിക്കൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ചെന്നാലും, ചൈനയിലും സോവിയറ്റ് റഷ്യയിൽ ചെന്നാലും, അമേരിക്കയിൽ ചെന്നാലും, യൂറോപ്പിൽ ചെന്നാലും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ് ഈ പണ്ഡിതനെ പറയാതെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂലെന്ന്. സുബ്ഹാനല്ലാഹ്, ദീനുൽ ഇസ്ലാമിൻ്റെ പരിഷ്കർത്താവ്, അതിൽ കടന്നുകൂടിയ തെറ്റായ ആശയങ്ങളും ആദർശങ്ങളും വികലതകളും മുഴുവനും മായങ്ങളും ഇതിൽ പെടാത്ത കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കി ക്ലിയറായി ശരിയായ നിലക്ക് നമുക്ക് ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന മഹാനായ ഒരു പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇദ്ദേഹത്തിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് രണ്ട് നിലക്ക് മറുപടി പറയാൻ കഴിയും. രണ്ട് നിലക്ക്. ഒന്നാമത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകളിൽ കൂടെ വന്ന ആളുകളാണ് സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും മുസ്ലിമീങ്ങളും. ഇദ്ദേഹത്തിൻ്റെ ആദർശം സ്വീകരിച്ച ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ആദർശം സ്വീകരിച്ച ആളുകൾ സൗദി അറേബ്യയിലുള്ള അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ആദർശം എന്താണ്, അവരുടെ ദീൻ എന്താണ്, അവരുടെ എന്ന് നമുക്ക് ആളുകളോട് നിങ്ങൾ പരിശോധിച്ച് നോക്കി. അവിടെ ജോലിക്ക് പോയ ആളുകൾ ഉണ്ടാകുമല്ലോ, അവരോട് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് പറയാൻ കഴിയും, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി എഴുതിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
അതിൽപ്പെട്ട വളരെ ചെറിയൊരു ഗ്രന്ഥമാണ് നമ്മളിവിടെ പഠിക്കാനും പറയാനും പോകുന്നത്. ഈ ഗ്രന്ഥം ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുജദ്ദിദുൽ ദീൻ അൽ ഇമാം അബു അൽ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബുൽ ഹുസൈൻ കുഞ്ഞത്ത് അങ്ങനെയാണ്. മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഖുറാഫികളായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ തൗഹീദിൻ്റെ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നൊരു പേരാണ് വഹാബികൾ എന്ന്. വഹാബികൾ സത്യത്തിൽ അറബി ശൈലി അനുസരിച്ച് ഈ പറയുന്ന പണ്ഡിതനിലേക്ക് ചേർത്ത് പറയുകയാണെങ്കിൽ വഹാബി എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? മുഹമ്മദി എന്നാണ് പറയേണ്ടത്. എന്താ മുഹമ്മദി എന്ന് പറയാത്ത തൗഹീദിൻ്റെ ആളുകളെ? ഒറ്റടിക്ക് മുഹമ്മദി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവരെ വിമർശിക്കുക ചെയ്യുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കപ്പെട്ട ആളുകളാണെങ്കിൽ ഇവരല്ലേ ഒറിജിനലി യഥാർത്ഥക്കാരെന്ന് പറയും. അത് നമുക്ക് പറയാൻ പറ്റുന്നൊരു മറുപടിയാണ് അവരോട്. എന്തുകൊണ്ട് നിങ്ങൾ അറബിയൊക്കെ പഠിച്ച് ഗ്രാമറും നഹവും സിർഫൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആളുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്ത് എന്തുകൊണ്ട് നിങ്ങൾ മുഹമ്മദി എന്ന് പറയുന്നില്ല തൗഹീദിൻ്റെ ആളുകളെ? അത് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരിലുള്ള ആൾക്കാരല്ലേ. അപ്പം നമ്മൾ വരെ കൂടെ തുർക്കികളായ ആളുകളാണ് ഈ പറയുന്ന അപവാദം തൗഹീദിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്ന് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ ആളുകൾ തൗഹീദിൻ്റെ ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി തുർക്കി ഖലീഫയും ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ ചെയ്ത പണികളിൽപ്പെട്ടതാണ്. മറ്റൊരു കാര്യം, വഹാബി എന്ന് പറഞ്ഞാൽ പോലും അതൊരു വിമർശനത്തിൻ്റെ വാക്കല്ല താനും. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് അൽ വഹാബ് എന്ന് പറയുന്നത്. അൽ വഹാബ്, ആ വഹാബായ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട ആളുകൾ അവിടെ വെച്ചും അവർക്ക് തൗഹീദിൻ്റെ ആളുകളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കുള്ള സങ്കടം, തൗഹീദിൻ്റെ ഈ ആളുകൾ ശരിയായ നിലയ്ക്ക് തൗഹീദ് പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുകയും അത് ഫോളോ ചെയ്ത് മാതൃകയാക്കുകയും അത് ദഅവത്ത് നടത്താൻ ഈ പള്ളികൾ തുറന്നു തരുന്നില്ല എന്നുള്ളതിലാണ് നമുക്കുള്ള വിഷമം. നമ്മൾ ഈ കാര്യം ഇവിടെ വെച്ചല്ല അത് പറയേണ്ടത്, ആ പള്ളിയിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്. അതിനാണ് ആ പള്ളി നമുക്ക് തുറന്നു തരികയാണ് വേണ്ടത്, സൗകര്യം ചെയ്ത് തരികയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഒരു പരിഹാരം മാർഗം നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇടപെടലുകളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തി അവർ തന്നെ ഈ പള്ളികൾ തുറന്നു തരുന്നൊരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടാകും ചെയ്യും. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നല്ല സ്നേഹമുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരും കുടുംബങ്ങളുള്ള ഒരു കമ്മിറ്റിയും അംഗങ്ങളാണല്ലോ നമ്മളവിടെ കണ്ടത്. അങ്ങനെയാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ സുലൈമാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് ഇബ്നു റാഷിദ് അൽ വുഹൈബി അത്തമീമി. ബനു തമീം എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ആളുകളാണിവർ, ബനു തമീം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ബനു തമീം എന്ന് പറയുന്ന ഈ കുടുംബത്തിനോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ഞാൻ ആ കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു വാക്ക് ഞാൻ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അവരെക്കുറിച്ച് പരാമർശിക്കുന്നത് കേട്ട അന്ന് മുതൽ ബനു തമീം എന്ന് പറയുന്ന കുടുംബത്തിനോട് എനിക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം സ്നേഹമാണ്. ബനു തമീം എന്ന കുടുംബം പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ കാലത്തുള്ളവരാണ്. ഇവർ ആ കാലത്തുള്ള ആളുകളാണ്. ബനു തമീം എന്ന് പറയുന്ന ഇവരുടെ പാരമ്പര്യം എങ്ങോട്ട് എത്തിച്ചേരുന്നു എന്ന് നിങ്ങൾ നോക്കി. അന്നഹു ഖാല ലാ അസാലു ഉഹിബ്ബ ബനീ തമീമിൻ. ബനു തമീം കുടുംബത്തിനെ ഞാൻ സ്നേഹിക്കുന്ന ആളേ ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അവരുടെ ഒരു വെറുപ്പില്ല, ഒരു വിദ്വേഷമില്ല. മിൻ സലാസിൻ, 3 കാര്യങ്ങൾ. സമിഅ്തു ഹുന്ന. ഞാൻ മീസാനിലുള്ളൊരു വാക്ക് നിങ്ങളോട് ചോദിക്കും ചിലപ്പോൾ. നിങ്ങൾ ഒന്ന് ഹദീസും ശ്രദ്ധിക്കണം. ലാ അസാലു ഉഹിബ്ബു ബനീ തമീമിൻ മിൻ സലാസിൻ സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ട ആ കാര്യങ്ങൾ ഞാൻ കേട്ടു. മീസാൻ നമ്മൾ പഠിച്ച വാക്കുകൾ ഈ പറഞ്ഞ ഞാൻ വായിച്ചതിൽ എവിടെയെങ്കിലും പരാമർശിച്ചു പോയോ? ഞാൻ ഏത് വായിച്ചു? പറഞ്ഞോളൂ, ശബ്ദത്തിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട്. സമിഅ്തു ഏതാണ്? സമിഅ്തു അവിടെ നമ്മൾ ഫഅൽതു എന്ന് പറഞ്ഞ അതിൻ്റെ രൂപത്തിലാണിത്. അതിൻ്റെ രൂപത്തിലാണ്. സമിഅ്തു ഞാൻ കേട്ട വാക്കുകൾ, ആ കാര്യങ്ങൾ 3 ഞാൻ കേട്ടു എന്ന് പറയുന്നതാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? യഖൂലു ഹും അശദ്ദു ഉമ്മത്തി അല ദജ്ജാൽ.
ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ദജ്ജാൽ വരുമ്പോൾ ഏറ്റവും കഠിനമായ ഇടപാട് നടത്തുന്ന അവനോടുമായിട്ടുള്ള പെരുമാറ്റത്തിൽ കാഠിന്യം കാണിക്കുന്നവരാണ്, ശക്തമായ നിലപാടെടുക്കുന്നവരാണ്. ദജ്ജാലിൻ്റെ അനുയായികളായി ദീനും ആദർശം ഒഴിവാക്കി അവൻ്റെ പിന്നിൽ കൂടുന്ന ആളുകളാകൂല ഇവർ. ഈ ദജ്ജാലിൻ്റെ ചെറിയ ചെറിയ അനുയായികൾ അവൻ വരാൻ വേണ്ടി ലോകത്ത് സാഹചര്യമൊരുക്കുന്ന ഈ ശിർക്കും ഖുറാഫാത്തും ദലാലത്തും ചെയ്യുന്ന ഇന്നത്തെ ദജ്ജാലുകളുടെ മേൽ ഏറ്റവും കഠിനമായ നിലപാടെടുക്കുന്ന ആളുകളാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരായിട്ട് ഈ ലോകത്തുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. ഈ ദജ്ജാൽ ശിർക്കിൻ്റെ ആളാണ്, കുഫറിൻ്റെ ആളാണ്, ഓൻ വഴികേടിൻ്റെ ആളാണ്. അവനോട് കഠിനമായ നിലപാട് സ്വീകരിക്കും ഈ പറയുന്ന ബനൂ തമീം ഗോത്രക്കാർ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തൗഹീദും കാര്യങ്ങളും പ്രചരിപ്പിച്ച് ദഅവത്ത് നടത്തിയത് ദജ്ജാലിന് സഹായ അതോ ദജ്ജാലിന് അവരോട് കഠിനമായ എതിർപ്പ? നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നോക്കി നിങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ഹദീസ് പറഞ്ഞ സഹീഹായ ഹദീസാണ് ശേഷം പറയുന്നുണ്ട്. ഇതൊരു കാര്യം. അതേപോലെ തന്നെ വജാഅത്ത് സദഖാത്തുഹും, ഒരിക്കൽ അവരുടെ സക്കാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബനൂ തമീം കുടുംബത്തിൻ്റെ സക്കാത്ത് പിരിച്ചു കൊണ്ടുവന്ന ആളുകൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി സദഖാത്തു ഖൗമിന, ഹാദിഹി എവിടെ നമ്മൾ പഠിച്ചു? എവിടെ ഹാദിഹി? അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു നമ്മൾ? ഹാദിഹി. ഹാദിഹി എന്ന് പറയുന്നത് മുദക്കറിനോ മുഅന്നത്തിനാണ്. എന്തുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി എന്ന് പറഞ്ഞു? സ്വദഖാത്ത് എന്ന് പറയുന്ന സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന വാക്ക് പുറത്തു വന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജനങ്ങളുടെ സക്കാത്താണ് എന്ന് പറഞ്ഞു. അപ്പം ആ കുടുംബത്തിൻ്റെ പ്രവാചകൻ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു ബനൂ തമീമിനെ. മൂന്നാമത് പറഞ്ഞു വകാനത്ത് സബിയ്യത്തുൻ മിൻഹും ഇൻദ ആയിഷത റളിയല്ലാഹു അൻഹ, ബനൂ തമീം കുടുംബത്തിൽപ്പെട്ട ഒരു അടിമ സ്ത്രീ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരാതെ അവരിൽ നിന്ന് തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഒരു അടിമ സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹ ഉമ്മയോട് പറഞ്ഞു, അഅ്തിഖിഹാ ഫഇന്നഹാ മിൻ വലദി ഇസ്മായിൽ, ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചള, അത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ബനൂ തമീം എന്ന് പറയുന്ന ഈ ഗോത്രം ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അഥവാ ഇബ്രാഹിം നബിയുടെ കുടുംബ പേരമക്കളായിട്ട് വന്നവരാണ് ഈ കുടുംബം. അതാണ് ബനൂ തമീം. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അവരെക്കുറിച്ച് കേട്ട അന്ന് മുതൽ എനിക്ക് അവരോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. ഈ പറയുന്ന ഹദീസ് ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല വന്നത്. ചുരുക്കി പറഞ്ഞ ആ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ചില്ലറ കുടുംബത്തിന് താനെ നിലവാരമില്ലാത്ത മോശപ്പെട്ട അല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ചെന്ന ചില സദസ്സിന്ന് സ്റ്റേജിൽ നിന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളിയിൽ മൂത്രമൊഴിച്ച, മദീനത്തെ പള്ളിയിൽ മൂത്രമൊഴിച്ച കാടൻ അറബിയായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പാരമ്പര്യം. ആ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഒരിക്കലുമല്ല. സമൂഹത്തിലെ ജനങ്ങളെ ഈ മനുഷ്യൻ അത്രത്തോളം മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദിൻ്റെ ശത്രുക്കളായി ഈ ആളുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ അത്രത്തോളം ഇവരെ താറടിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം ഒരിക്കലുമല്ല. അദ്ദേഹം എത്ര ബഹുമാനാദരവുള്ള ആളാണ്. ഹദീസ് സഹീഹാണ്. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ത്വയ്യിബ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എങ്ങനെ ജനിച്ചു വളർന്നു എന്നുള്ളതാണ്. അദ്ദേഹം നശഅ ഫി ഹിജ്രി വാലിദിഹി അഷ്ശൈഖ് അബ്ദുൽ വഹാബ്, പിതാവ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഇദ്ദേഹം ചെറിയ കുട്ടിയാകുന്ന സമയത്ത് വളർന്നത്. വകാന ഫഖീഹൻ ഖാദിയൻ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ പിതാവ് അബ്ദുൽ വഹാബ് മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലുണ്ടായിരുന്ന ദിർഇയ എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ഖാദിയായിരുന്നു, മതവിധികളൊക്കെ പറയുന്ന നാട്ടിലുണ്ടായിരുന്ന മുസ്ലിം രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന നല്ല ഉയർന്ന ജോലി സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു. വഹഫിള ഷെയ്ഖു റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മനഃപ്പാടമാക്കിയപ്പോൾ വലമ്മ യബ്ലുഗിൽ ആശിറത മിൻ ഉംരിഹി, 10 വയസ്സ് പൂർത്തിയായിട്ടില്ലായിരുന്നു. 10 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആൻ അദ്ദേഹം ഹിഫ്ളാക്കിയിരുന്നു ചെറിയ പ്രായത്തിൽ. വദറസ അലാ വാലിദിഹി, പിതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഹംബലി മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹിയായ മസലകൾ കാര്യങ്ങൾ പഠിച്ചു. തഫ്സീർ, ഹദീസ്, അഖീദ കാര്യങ്ങൾ പഠിച്ചു. വകാന ഷെയ്ഖു റഹിമഹുല്ലാഹ് ശഗൂഫൻ ബി കുതുബി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ചെറുപ്പത്തിൽ തന്നെ ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ രണ്ട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആകൃഷ്ടനായിരുന്നു.
നിരന്തരം അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന പഠിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഇബ്നുൽ ഖയ്യിമിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കും പഠിക്കും തോറും ഇസ്ലാമിനോടുള്ള ആദർശത്തോടുള്ള ആകർഷണം, അതിനോടുള്ള ഇഷ്ടം ഒരു വ്യക്തിക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കും തോറും അവരുടെ രീതി അതാണ്, അവരുടെ ശൈലി അതാണ്, ആ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതയും അതാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഇബ്നു അൽബാനി റഹ്മത്തുള്ളാഹിക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിൻ്റെയും ഗ്രന്ഥങ്ങൾ ചെറുപ്പത്തിൽ പാരായണം ചെയ്തത് എനിക്ക് സലഫി മൻഹജിലേക്ക് വരാൻ എനിക്ക് ആകർഷണമുണ്ടായി, കാരണമായി. നമ്മൾ സൗദി അറേബ്യയിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ മിമ്പറുകളിൽ വെച്ചൊക്കെ ഇബ്നു തൈമിയ പറഞ്ഞ വാക്കുകൾ, ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വാക്കുകൾ ഖത്തീബുമാരിൽ നിന്നിട്ട് നമ്മൾ കേൾക്കലുണ്ടായിരുന്നു. അന്ന് സലഫിയത്ത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇബ്നു തൈമിയ ആരാണ് എന്നൊന്ന് അറിയണം, വായിക്കണം, പഠിക്കണം. ഇബ്നുൽ ഖയ്യിം ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ച് അറിയണം, വായിക്കണം, പഠിക്കണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നി അങ്ങനെ വായിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് അഖീദത്തുൽ വാസിത്തിയ നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ അഖീദത്തുൽ വാസിത്തിയ, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത്. ഒരു മുസ്ലിമായ മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയാൻ അവലംബിക്കേണ്ട ഏറ്റവും ലളിതമായ ഒരു കിതാബാണ് അൽ അഖീദത്തുൽ വാസിത്തിയ. അത് നമ്മൾ അങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് അത് വായിച്ചു നോക്കുമ്പോൾ അത്രയും കാലം 10-12ഓളം വർഷം ഇവിടെ നാട്ടിലുള്ള പള്ളി ദർസുകളിലും കോളേജുകളിലും പഠിച്ചിട്ട് കേൾക്കാത്ത കാര്യങ്ങളാണ് സുബ്ഹാനല്ലാഹ് ആ കിതാബിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടെ കോഴിക്കോട് വന്ന സമയത്ത് മർക്കസിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ആ പുസ്തകം ഇവിടെ ആളുകൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട്. സിദ്ദീഖ് സൗകര്യം ചെയ്യുന്നിട്ട് അഖീദത്തുൽ വാസിത്തിയ നമ്മുടെ ക്ലാസ്സിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി, അതേപോലെ ഇബ്നുൽ ഖയ്യിമിൻ്റെയും ആ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാൻ, അതിൻ്റെ പരിഭാഷകളൊക്കെ നമ്മുടെ നാട്ടിൽ അപൂർവമായിരിക്കും. അറബിയിലുള്ള ഗ്രന്ഥങ്ങളാണ് ധാരാളമുള്ളത്, അത് ഉപയോഗപ്പെടുത്തണം. ആ ഗ്രന്ഥങ്ങൾ ധാരാളം ഇദ്ദേഹം വളരെ ആകൃഷ്ടനായിരുന്നു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ ചെന്നിട്ട് ഹജ്ജ് നിർവഹിച്ചു. മക്കയിലും മദീനയിലുള്ള പണ്ഡിതന്മാരെ കണ്ടുമുട്ടി. അങ്ങനെ മദീനയിലുണ്ടായിരുന്ന ഹദീസിൻ്റെ ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിം ആലുസൈഫ്, വഷേഖുൽ മുഹദ്ദിസ് മുഹമ്മദ് ഹയാത്തു സിന്ദി ഹദീസിൻ്റെ മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്ന ആ കാലഘട്ടത്തിൽ സിന്ധി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന് മദീനയിൽ അന്ന് താമസിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു. നമുക്കറിയാം, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വരുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗം ഡൽഹിയിലും ബീഹാറിലും യു പിയിലും പോലത്തെ ആ ഭാഗങ്ങൾ മഹാന്മാരായ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. വലിയ മഹാന്മാരായ ഹദീസിൻ്റെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരുടെ ശിഷ്യ പരമ്പരകളിൽപ്പെട്ട അങ്ങനെ ആ പറയുന്ന പ്രദേശത്തിൽ നിന്ന് വന്ന് മദീനയിൽ താമസിക്കുന്ന ഹദീസിൻ്റെ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ഹയാത്തു സിന്ദി. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി മദീനയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച് ഇൽമ് ഹദീസ് പഠിക്കാൻ വേണ്ടി സമയങ്ങൾ ഉപയോഗപ്പെടുത്തി. ആ പണ്ഡിതൻ്റെ അടുത്ത് വെച്ച് ഇൽമ് നേടി. അങ്ങനെ പിന്നെ അദ്ദേഹം ഇറാഖിലേക്ക് പോയി. അവിടെയുള്ള പണ്ഡിതന്മാരടുത്ത് പോയി കുറേ ഇൽമുകൾ നേടി, ഹദീസുകൾ കേട്ടു, പഠിച്ചു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഇൽമു പഠിക്കാൻ വേണ്ടി രഹില നടത്തുക എന്നുള്ളത്. അതിൻ്റെ ശേഷം അദ്ദേഹം ഷാമിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞില്ല എന്നുള്ള, സാമ്പത്തികമായിട്ടോ മറ്റുള്ള സാമൂഹികമായോ എന്തോ തടസ്സം കാരണം പോകാൻ കഴിയാതെ നാട്ടിലേക്ക് നജ്ദി എന്ന് പറയുന്നത് ഇന്നത്തെ റിയാദ് എന്ന് പറയുന്ന പ്രദേശത്തിനാണ് നജ്ദ് പറയാം, അങ്ങോട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഇറാഖിലുള്ള സമയത്ത് റാഫിദികളും ഷിയാക്കളുമായ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള പ്രമുഖരായ പണ്ഡിതന്മാരായ മറ്റുള്ള ആളുകളുടെ ഖബറുകളിൽ ചെന്ന് ഷിർക്കിയായ തൗഹീദിന് വിരുദ്ധമായ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ വെച്ചാണ് കിതാബ് തൗഹീദ് രചിക്കാൻ ആരംഭിച്ചത് എന്നുള്ളത്. അവിടെ വെച്ചാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തെറ്റാണ്, അത് തെറ്റാണ് എന്നുള്ളതിന് തെളിവ് കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളും അതുമായി വന്ന ഹദീസുകളും അദ്ദേഹം പഠന വിധേയമാക്കുകയാണ് ചെയ്തത്. കിതാബ് തൗഹീദ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊരു വിഷയം അദ്ദേഹം അതിൽ പറയുന്നുണ്ടോ അതിന് തെളിവായിക്കൊണ്ട് ആയത്ത് പറയും, അതേപോലെ തന്നെ അതിനോട് വന്ന ഹദീസുകൾ പറയും എന്നല്ലാതെ കൂടുതൽ അദ്ദേഹത്തിൻ്റെതോ മറ്റുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൂടുതൽ വാക്കുകൾ അതിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കിതാബ് തൗഹീദിൽ. ആ കിതാബ് തൗഹീദ് ശരിക്കും മറിച്ചു നോക്കി ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ ഏത് ഖുറാഫാത്തും ഷിർക്കും ബിദ്അത്തും ലലാലത്തും ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ആരെ മുന്നിൽ കൊണ്ട് കാണിച്ചാലും അതിൽ അവർക്ക് വിമർശിക്കാൻ പറ്റുന്ന ഒന്നും തന്നെയില്ല. വിമർശിക്കാൻ കാരണം ആയത്തുകളാണ് ഹദീസുകളാണ് അതിലുള്ളത്, ആയത്തുകളാണ് ഹദീസുകളാണ്. ഇതാണ് കിതാബ് തൗഹീദിൻ്റെ രീതി. അങ്ങനെ അദ്ദേഹം പിന്നീട് ഷാമിലേക്ക് പോകാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ച്
നാട്ടിലേക്ക് നജിദിലേക്ക് തന്നെ മടങ്ങി വന്നു. മടങ്ങിപ്പോരുന്ന സമയത്ത് അഹ്സ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ വന്നു. സൗദിയിലുള്ള സ്ഥലമാണ്. അവിടെയുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവിടുന്ന് ഇൽമു പഠിച്ചു. കാന റഹിമഹുല്ലാ ദക്കിയൻ ഫത്തിനൻ, നല്ല ബുദ്ധിയുള്ള നല്ല തൻ്റെടമുള്ള വ്യക്തിയായിരുന്നു. മുസാബിറം ഫി തൊലബിൽ ഇൽമ് നേടുന്ന വിഷയത്തിൽ കഠിനാധ്വാനിയായിരുന്നു. അള്ളാഹുവിലേക്കുള്ള ദഅവത്തിൻ്റെ കാര്യത്തിൽ സ്ഥിര ഉത്സാഹിയായിരുന്നു. ജരീ അൻ വഷുജാ അൻ ഫി ഖൗലിൽ ഹഖി വറദ്ദിൽ ബാത്തിൽ, സത്യം ആരെ മുന്നിൽ ചെന്ന് പറയുന്ന കാര്യത്തിലും അതേപോലെ തന്നെ അസത്യമാണെങ്കിൽ അതിനെ എതിർക്കുന്ന വിഷയത്തിൽ ധീരതയും ധൈര്യവും അദ്ദേഹം കാണിച്ചിരുന്നു. ധൈര്യം ധീരതയും കാണിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റടിക്ക് ആരെ മുന്നിലും എന്തും പറയുക എന്നുള്ളതല്ല. അതിനൊക്കെ അതിൻ്റേതായ രീതിയിൽ നന്മയും കാര്യങ്ങളും നോക്കി വരും വരായികൾ ചിന്തിച്ച് വളരെ പക്വതയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതല്ലാതെ നമ്മുടെ ആരെങ്കിലും ഒരാൾ അവൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ശിർക്കിയായ കാര്യങ്ങളോ വേറുണ്ടെങ്കിൽ ധൈര്യം കാണിക്കുക എന്നുള്ളതിൽ അവരോട് പരുഷമായി പെരുമാറേ, അതല്ലെങ്കിൽ ഒരു മറ്റുള്ള പ്രയാസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലക്ക് ഇത് കൈകാര്യം ചെയ്യരുത്. അവരോടുള്ള ആദരവുകൾ നിലനിർത്തി സ്വഭാവത്തിൻ്റെ മഹിമ കാണിച്ച് താഴ്മയോടെ വിനയത്തോടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊക്കെ പറഞ്ഞു, യാ അബത്തി, എൻ്റെ പിതാവേ, എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ നരകത്തിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പിശാച് നിങ്ങളെ അപകടപ്പെടുത്തുമെന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്നു. പോലത്തെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ പരിഗണിക്കണം. ധൈര്യമാണ്, ധീരതയാണ് എന്ന് കരുതി നമ്മൾ എന്താ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ വെറുപ്പുകളും വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്ന നിലക്കുള്ള കാര്യങ്ങൾ തെറ്റായ നില കൈകാര്യം ചെയ്യരുതേ. ഫക്കാന റഹിമഹുല്ലാ യുൻകിറുൽ ബിദ്അ ബിശിദ്ദ, വളരെ ശക്തമായി തന്നെ അനാചാരങ്ങൾ അദ്ദേഹം എതിർക്കലുണ്ടായിരുന്നു. വഖദ് ലഹറത് ജുർഅതുഹു ഫി ഇൻകാരിൽ ബിദ്അ ലമ്മാ ദഖലൽ ബസ്റത ലിതലബിൽ ഇൽമ് തേടാൻ വേണ്ടി ഇറാഖിൽ പോയ സമയത്ത് ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾ അവിടെ കണ്ടപ്പോൾ അദ്ദേഹം ധീരമായിട്ട് ആ കാര്യങ്ങൾ എതിർത്തിരുന്നു. ഫഅൻകറ മലാഹിറ ഷിർക്കി ബിൽ ഖുബൂരി, ആളുകൾ ഖബറുകൾ ചെന്ന് ഷിർക്കിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹം അവിടെ വെച്ച് എതിർത്തു. അതേപോലെ മരിച്ച ആളുകളുടെ സഹായത്തിന് തേടുന്ന ഫഊദിയ മിനർ റാഫിളതി വ അഷ്ബാഹിഹിം മിൻ അബദത്തിൽ ഖുബൂരി, ഖബറാരാധകരായ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഈ ചടങ്ങുകൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് അതികഠിനമായ നിലക്ക് അദ്ദേഹത്തിന് പ്രയാസപ്പെടുത്തപ്പെട്ടു. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 1115 വർഷത്തിലാണ്. 1115 വർഷത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഉയൈന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ജനിക്കുന്നത്. ഉയൈന റിയാദിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഏകദേശം റിയാദ് പട്ടണത്തിൻ്റെ ഏകദേശം അടുത്തുള്ള പ്രദേശമാണ് ഉയൈന എന്ന് പറയുന്നത്. 1115 വർഷത്തിലാണ്. അങ്ങനെ അദ്ദേഹം ഇൽമ് തേടി പോകുന്നതിൻ്റെ ഇടയിൽ തെറ്റായ കാര്യങ്ങളെ എതിർക്കുന്നതിൻ്റെ പേരിൽ ഇൻകാർ ചെയ്യുന്നതിൻ്റെ പേരിൽ പല ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അവസാനം അദ്ദേഹത്തിന് പല നാട്ടിൽ നിന്നും അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തിൽ അവിടുന്ന് ഉപദ്രവങ്ങൾ നേരിട്ടു. അതിൻ്റെ ശേഷം ഹുറൈമില എന്ന് പറയുന്ന പ്രദേശത്തെത്തി. നാട്ടു രാജാക്കന്മാരാണ് അവിടേക്കുള്ളത്. അവിടെ വന്നു. അവിടെ അദ്ദേഹത്തിന് ആദ്യം ദഅവത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ ഭാഗത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടു. നാട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പിന്നീട് അദ്ദേഹം ദിർഇയ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിപ്പെടുകയാണ്. ദിർഇയ എന്ന് പറയുന്ന സൗദി അറേബ്യയിലാണ്. ഇതൊക്കെ റിയാദിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളാണ്. ആ ദിർഇയയിൽ എത്തുന്ന സമയത്ത് അന്ന് അവിടെ ഭരണം നടത്തിയത് മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന ഇന്നത്തെ സൗദി രാജാക്കന്മാരുടെ പിതാമഹന്മാരുടെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളുകളായിരുന്നു. ഇന്നത്തെ സൽമാൻ രാജാവിൻ്റെ ഈ പറയുന്നവരുടെ പിതാവായ അബ്ദുൽ അസീസ് രാജാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ, അവരുടെ ആ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ വീട്ടിലേക്ക് അഭയം തേടിക്കൊണ്ട് മറ്റു നാട്ടിൽ നിന്ന് പുറത്താക്കി സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന അബ്ദുറഹ്മാൻ ബിൻ സുവൈലിം എന്ന് പറയുന്ന ശിഷ്യൻ്റെ വീട്ടിലേക്ക് വന്നു, ദിർഇയയിലേക്ക്. അങ്ങനെ ആ പറയുന്ന ശിഷ്യൻ അദ്ദേഹത്തിന് മുഹമ്മദ് ബിൻ സഊദിൻ്റെ ഭാര്യ, ദീനിനോട് ഇഷ്ടമുള്ള, ഉലമാക്കളെ ഇഷ്ടമുള്ള, ദായികളെ ഇഷ്ടമുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഒരു പണ്ഡിതൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സഹായം കാര്യങ്ങൾ വേണം, നിങ്ങൾ ഭർത്താവിനോട് ഭരണാധികാരിയോട് സംരക്ഷണം കൊടുക്കാൻ നൽകണം എന്ന് ഇവർ റെക്കമെൻഡ് ചെയ്യുകയും മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നാൽ ആ പണ്ഡിതനോട് കൊട്ടാരത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മഹാനായ പണ്ഡിതനെ അദ്ദേഹം നിങ്ങൾ അന്വേഷിച്ച് വരുന്നതിന് പകരം അദ്ദേഹത്തിന് അവിടെ പോയി സ്വീകരിച്ച് സൽക്കരിച്ച് ആദരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആ പറയുന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ മുഹമ്മദ് ബിൻ സഊദ് റഹ്മഹുല്ലയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രമുഖരായ ആളുകളും അബ്ദുറഹ്മാൻ ബിൻ സുവൈലിം എന്ന് പറയുന്ന ആ ശിഷ്യൻ്റെ വീട്ടിലേക്ക് ഷെയ്ഖിനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ ചെന്നു. അവിടുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് നിങ്ങളുടെ ദഅവത്ത്, എന്തിലേക്കാണ് നിങ്ങൾ പ്രബോധനം ചെയ്യുന്നത്, ഏതാണ് നിങ്ങളുടെ വിഷയങ്ങൾ, പരിശുദ്ധ ഖുർആനും ഹദീസുകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് തൗഹീദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇതിലേക്കാണ് ക്ഷണിക്കുന്നത്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ തെറ്റായ കാര്യങ്ങളുണ്ട്,
അപ്പോൾ മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ഈ നാട്ടിൽ നിങ്ങൾ ദഅവത്ത് നടത്തൂ, അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പറയുന്ന ദഅവത്തിൻ്റെ ഒരു ഭരണകൂടം, തൗഹീദിൻ്റെ പേരിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടം, മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി ദുന്യവിയായ ഭരണങ്ങളും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദീനിയായ ഉപദേശ നിർദ്ദേശങ്ങളും ആ നാട്ടിൽ അത് ദഅവത്ത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ രീതി. ഹിജ്റ 1115 വർഷത്തിൽ ജനിച്ച അദ്ദേഹം പലജാതി ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നേരിട്ടു എന്നുണ്ടെങ്കിലും ഹിജ്റ 1206 വർഷത്തിൽ വഫാത്താവുകയാണ് ദിർഇയ എന്ന് പറയുന്ന ആ നാട്ടിൽ വെച്ച്. ദിർഇയ എന്ന് പറയുന്ന നാട്ടിൽ വെച്ച് അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് ദിർഇയയിലും അദ്ദേഹത്തിന് പുറത്താക്കിയ പരിസരത്തുണ്ടായിരുന്ന നാടുകളിൽ മുഴുവൻ ഈ തൗഹീദ് ഇതിൻ്റെ ദഅവത്ത് എത്തുകയും അദ്ദേഹത്തിനും തൗഹീദിനും സംരക്ഷണം കൊടുത്ത ആ ഭരണാധികാരിയുടെ അധികാരവും ഭരണവും അദ്ദേഹത്തിൻ്റെ ആധിപത്യവും സൗദി അറേബ്യയിലുള്ള നജ്ദിൻ്റെ പല ഭാഗങ്ങളും അത് പടർന്ന് പന്തലിക്കുകയും ചെയ്തിരുന്നു. ഈ തൗഹീദിൻ്റെ വക്താവായ ഈ പണ്ഡിതനും സംരക്ഷണം കൊടുത്ത ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും മറ്റുള്ള നാട്ടുരാജ്യങ്ങളിലേറെ അതിലൂടെയുള്ള യുദ്ധങ്ങളും സംഘടനകളും വിജയം നേടി ഇവരുടെ അധികാരം ശക്തമാവുകയും ചെയ്തത് കണ്ടതിൻ്റെ ശേഷമാണ് മഹാനായ ഈ പണ്ഡിതൻ 1206 വർഷത്തിൽ വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ദഅവത്ത് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആൺമക്കൾ അദ്ദേഹത്തിനുണ്ടാവുകയും മഹാപണ്ഡിതന്മാർ വരികയും പ്രമുഖരായ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടാവുകയും ചെയ്ത് കണ്ടതിൻ്റെ ശേഷം ആ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന് 91 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 91 വയസ്സ്. നമ്മളതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ തൗഹീദ് കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിന് സഹായികളായി ആര് ജീവിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം സഹായം നൽകും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കണ്ണുമുന്നിൽ സംവിധാനങ്ങളും സൗകര്യങ്ങളും പരിമിതമാണെങ്കിൽ പോലും കൃത്യമായ നിഷ്കളങ്കമായ മനസ്സുമായി സത്യസന്ധമായ വാക്ക് പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന പക്ഷം അള്ളാഹു ഈ പറയുന്ന ദഅവത്തിനും അതിൻ്റെ ആളുകൾക്കും സംരക്ഷണവും നിലനിൽപ്പും നൽകും എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കും തയ്യാറാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. 91 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ദഅവത്ത് ആ പറയുന്ന നാട്ടിലും അതിൻ്റെ പരിസരത്തും മറ്റ് പ്രദേശങ്ങളിലും അത് പടർന്ന് പന്തലിച്ചത് അദ്ദേഹം കണ്ടതിൻ്റെ ശേഷം ആ ദഅവത്ത് ഏറ്റെടുക്കാൻ പറ്റുന്ന മക്കളും ബഅദമ റഅ അദ്ദേഹം കണ്ടു മാ യസുറുഹു അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നത് മിനിൻതിശാരി തൗഹീദിൻ്റെ പ്രചരണം വനബ്ദിൽ ഖുറാഫത്തി ഷിർക്കും അന്ധവിശ്വാസങ്ങളും അത് തകർന്നത് കണ്ടതിൻ്റെ ശേഷമാണ് അദ്ദേഹം വഫാത്താകുന്നത്. റഹിമഹുല്ലാ വഅസ്കനഹു ഫസീഹ ജന്നാത്തിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമായ അവൻ്റെ സ്വർഗത്തിൽ മഹാനായ പണ്ഡിതനെയും ആ പറയുന്ന പണ്ഡിതൻ്റെ ദഅവത്ത് സ്വീകരിച്ച മുവഹ്ഹിദീങ്ങളായ എല്ലാ ആളുകളെയും അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിസാല പുസ്തകം നിങ്ങൾ റെഡിയാക്കി ചെറിയ കാര്യങ്ങൾ വാക്കുകളുടെ അർത്ഥങ്ങളും ഏതെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതാനുള്ള തയ്യാറെടുപ്പോടെ നിങ്ങൾ വരിക.